നമസ്കാരം. യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ എന്ന UNA നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നടന്ന സമരത്തെക്കുറിച്ച് മറുനാടൻ പ്രേക്ഷകർക്ക് മുഴുവൻ നിശ്ചയമുണ്ട്. ഒരു മാധ്യമവും തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ മറുനാടൻ മാത്രമായിരുന്നു നേഴ്സുമാർക്ക് വേണ്ടി രംഗത്തെത്തിയത്. തൃശ്ശൂരിൽ നടന്ന സമരപ്രഖ്യാപനം മറുനാടൻ മാത്രമായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. മറ്റു മാധ്യമങ്ങൾ അകലം പാലിക്കുകയായിരുന്നു. പിന്നീടാണ് കഴിഞ്ഞ ദിവസം, അതായത് മാർച്ച് മാസം 4-ാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചതും അത് കേരളത്തിൽ വലിയ തരംഗമായി മാറിയതും. സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതോടെ തലേ ദിവസം മുതൽ കേരളത്തിലെ എല്ലാ പത്രങ്ങളും ചാനലുകളും ഈ വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുത്തു. പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ. മാർച്ച് 4-ാം തീയതിയിലെ സെക്രട്ടേറിയറ്റ് മാർച്ച് നേഴ്സുമാരുടെ സമര ചരിത്രത്തിലെ മഹാസംഭവമായി മാറി. 20,000-ത്തിലധികം നേഴ്സുമാരാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്തത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും RSP നേതാവ് ഷിബു ബേബി ജോണും BJP നേതാവ് R ശ്രീലേഖയുമൊക്കെ സെക്രട്ടേറിയറ്റ് മാർച്ചിനെ അഭിസംബോധന ചെയ്തു. അവിടെ നിന്ന് നേരെ മാലാഖമാർ മാർച്ച് ചെയ്തത് തിരുവനന്തപുരം വെള്ളയമ്പലത്തിന് സമീപമുള്ള മാനവീയം വീഥിയിലേക്കാണ്. അവിടെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലെ യുവ നേതാക്കൾ പങ്കെടുത്ത മറുനാടൻ എഡിറ്റർ ഷാജൻ സ്കറിയ മോഡറേറ്റ് ചെയ്ത നേഴ്സുമാർ ആരുടെ അടിമകൾ എന്ന ചർച്ച നടന്നു. അതിനുശേഷം നടന്ന മഹാസമ്മേളനത്തിൽ UNA ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ 40,000 രൂപ ശമ്പളം കിട്ടുന്നതുവരെ നേഴ്സുമാരുടെ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചു. നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന നേഴ്സുമാർ ജില്ലാ ആസ്ഥാനങ്ങളിൽ സമരം നടത്തുമെന്നും ഈ വരുന്ന മാർച്ച് 9-ാം തീയതി തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ലോങ് മാർച്ച് ആരംഭിക്കുമെന്നും പ്രഖ്യാപിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, തിരുവനന്തപുരം മേയർ VV രാജേഷ്, മാത്യു കുഴൽനാടൻ, ജോസ് കെ മാണി, ആം ആദ്മി സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൺ തുടങ്ങിയ അനേകം പ്രമുഖ നേതാക്കളാണ് ഈ സമരപ്രഖ്യാപന കൺവെൻഷനിൽ പങ്കെടുത്തതും പിന്തുണ അറിയിച്ചതും. കേരളത്തിലെ നേഴ്സുമാരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രക്ഷോഭമായി അത് രേഖപ്പെടുത്തി. സകല ചാനലുകൾക്കും പത്രങ്ങൾക്കും ഇത് വാർത്ത കൊടുക്കേണ്ടി വന്നു. കുരുപൊട്ടിയ സൈബർ സഖാക്കൾ ജാസ്മിൻ ഷായെയും മറുനാടനെയും ഒക്കെ ചീത്ത വിളിച്ചുകൊണ്ട് രംഗത്തെത്തി. അവർക്കുന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം, സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ ശമ്പളം പ്രഖ്യാപിക്കുന്നത് സർക്കാരാണോ? വെറുതെ തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ നിങ്ങൾ കാട്ടുന്ന ഈ വൃത്തികേട് അവസാനിപ്പിക്കണമെന്നായിരുന്നു. എന്നാൽ ആ വിമർശനം ഉന്നയിച്ചവരുടെ വായടപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ തന്നെ നേഴ്സുമാരുടെ അവകാശ സമരത്തെ അംഗീകരിച്ചിരിക്കുന്നു. പലതവണ ചർച്ച നടത്തുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടും നേഴ്സുമാരുടെ മിനിമം വേതനം വർദ്ധിപ്പിക്കില്ല എന്ന് വാശി പിടിച്ച സംസ്ഥാന സർക്കാർ ഇന്നലെ ധൃതി പിടിച്ച് മിനിമം വേതനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കി. തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് മിനിമം വേതനം പ്രഖ്യാപിക്കണമെന്നും അങ്ങനെ പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ അനിശ്ചിതകാല സമരമായിരിക്കും ഉണ്ടാവാൻ പോകുന്നതെന്നും മുന്നറിയിപ്പ് നൽകി. ആ മുന്നറിയിപ്പ് സ്വീകരിച്ചുകൊണ്ട് വെള്ളിയാഴ്ച അടിയന്തരമായി തൊഴിൽ വകുപ്പ് ഉത്തരവിറക്കുകയായിരുന്നു. ഈ സമരം ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി UNA നേതാക്കളും മറുനാടൻ്റെ എഡിറ്റർ എന്ന നിലയിൽ ഞാനും ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രിയുമായും അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി പലതവണ ചർച്ച നടത്തിയതാണ്, ടെലിഫോണിലും മറ്റും. കേന്ദ്ര സർക്കാർ ലേബർ കോഡ് നടപ്പിലാക്കുന്നതുകൊണ്ട് ഇനി സംസ്ഥാന സർക്കാരിന് ഒരു റോളുമില്ല, അതുകൊണ്ട് ഒരു പ്രഖ്യാപനവും ഇല്ല എന്നായിരുന്നു മന്ത്രിയുടെ ഓഫീസിൻ്റെ വിശദീകരണം. എന്നാൽ കൈവിട്ടു പോയതോടെ, സമരം വ്യാപിച്ചതോടെ അത് തെരഞ്ഞെടുപ്പിൽ ദോഷമായി ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ധൃതി പിടിച്ച് മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം ഇന്നലെ അടിസ്ഥാന വേതനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയായിരുന്നു. ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇന്ന് പുറത്തു വരുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഇന്നലെ പുറത്തേക്ക് വിട്ട പ്രസ്താവനയും യാഥാർത്ഥ്യവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയൂ. മാധ്യമ റിപ്പോർട്ടുകൾ പോലും പരസ്പര വിരുദ്ധമായാണ്. അടിസ്ഥാന ശമ്പളം 25,000 മുതൽ 28,000 രൂപ വരെയാക്കി ഉയർത്തിയെന്നും 800 ബെഡിൽ കൂടുതലുള്ള ആശുപത്രികൾക്ക് 40,000-ആയി ഉയർത്തിയെന്നുമാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് ശരിയാണോ? ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നറിയണമെങ്കിൽ ഇന്ന് ഇതിൻ്റെ കരട് രൂപം പുറത്തു വരണം. ഈ ഉത്തരവ് പുറത്തു വന്നാലും വരുന്ന 2 മാസം 60 ദിവസം കഴിഞ്ഞ് മാത്രമേ ഇത് നടപ്പിലാക്കാൻ കഴിയൂ. എന്ന് വെച്ചാൽ ആശുപത്രി മുതലാളിമാരുമായി ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. ഇതിനൊടുവിൽ മാത്രമേ അന്തിമ രൂപം ഉണ്ടാവൂ. സർക്കാർ വാസ്തവത്തിൽ പെട്ടെന്ന് ഒരു വിജ്ഞാപനമിറക്കി തടിതപ്പി ജനരോഷം അകറ്റാനാണ് ശ്രമിച്ചത്. ഇതോടുകൂടി സമരം വിജയിച്ചു എന്ന തരത്തിലാണ് വാർത്ത പുറത്തു വരുന്നത്. ഈ സമരം വിജയിച്ചതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ചാനലുകൾ മത്സരിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ നേരിട്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ ബിഗ് ഇമ്പാക്റ്റ് എന്ന തരത്തിൽ ഇതിനെ അവതരിപ്പിച്ചപ്പോൾ പുതുതായി തുടങ്ങിയ ബിഗ് TV വരെ അവരുടെ ഇമ്പാക്റ്റാണ് എന്ന തരത്തിൽ രംഗത്തിറങ്ങി. മനോരമയും ഏഷ്യാനെറ്റുമൊക്കെ അവരുടെ ഇമ്പാക്റ്റായി ഇതിനെ വിശദീകരിച്ചു. എന്നാൽ ഞങ്ങളുടെ ഇമ്പാക്റ്റാണ് എന്ന് പറയാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് പറയട്ടെ. ആദ്യം മുതൽ ഇതിനോടൊപ്പം നിന്നത് മറുനാടനാണ്. സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് മാർച്ച് നടത്താൻ
പ്രേരിപ്പിച്ചതും അതിനുവേണ്ട പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുത്തതുമൊക്കെ മറുനാടനാണെങ്കിലും ഈ സമരം വിജയിച്ചെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. കാരണം ഈ സമരം വിജയിച്ചെങ്കിൽ അത് വിജയിച്ചത് മറുനാടനടക്കം ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അത് വിജയിച്ചെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവും അവകാശവും ക്രെഡിറ്റും UNA എന്ന സംഘടനയ്ക്ക് മാത്രമുള്ളതാണ്. 20,000-ലധികം നേഴ്സുമാരെ സംഘടിപ്പിച്ച് മാർച്ച് നടത്താൻ കഴിഞ്ഞ UNAയ്ക്ക് മാത്രമുള്ളതാണ് അതിൻ്റെ ക്രെഡിറ്റ്. മറ്റാരും ആ ക്രെഡിറ്റ് കൊണ്ടുപോകുന്നതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും അവകാശപ്പെട്ടാൽ അത് അവരുടെ കാര്യം. എന്തായാലും ഞങ്ങൾ അങ്ങനെയൊരു അവകാശവാദം നടത്തുന്നില്ല. ഈ നേഴ്സുമാർക്കൊപ്പം ഒരുമിച്ച് നിന്നിട്ടും ഞങ്ങൾ അവകാശവാദം നടത്താത്തത് അത് ഞങ്ങളുടെ മിടുക്കുകൊണ്ടല്ല, ഈ നേഴ്സുമാരുടെ ആത്മാർത്ഥത കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഇപ്പോഴും ഈ ശമ്പള വർധനവ് ഉത്തരവിനെക്കുറിച്ചുള്ള അനിശ്ചിതത്വം തുടരുകയാണ്. 800 ബെഡിൽ കൂടുതലുള്ള ആശുപത്രികൾക്ക് 40,000 രൂപ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ പൊള്ളത്തരം വ്യക്തമാക്കുന്നു. 800 ബെഡിൽ കൂടുതലുള്ള ഒരേ ഒരു ആശുപത്രിയെ ഇപ്പോൾ ഈ കേരളത്തിലുള്ളൂ. അത് തൃശ്ശൂരിലെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റൽ ഒഴികെ ഒരു ഹോസ്പിറ്റലിലും 800 ബെഡില്ല എന്നത് അറിയാത്തത് കൊണ്ടല്ല, മനഃപൂർവ്വം മറച്ചു വയ്ക്കുന്നതാണ്. 800 ബെഡിൽ താഴെയുള്ള ആശുപത്രികൾക്ക് 23,000 മുതൽ 28,000 വരെ എന്ന് പറയുമ്പോൾ അതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് വ്യക്തമല്ല. 23,000 എന്ന് പറയുന്നത് പുതിയ നേഴ്സുമാർക്കും 28,000 എന്ന് പറയുന്നത് 5 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള നേഴ്സുമാർക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലും അടിസ്ഥാനപരമായി ശരിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. 2018 ഉത്തരവനുസരിച്ച് നേഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം 20,000 രൂപയാണ്. അത് 23,000 ഉയർത്തിയെന്ന് പറയുന്നത് വലിയൊരു വർധനവയല്ല. എന്നാൽ ഈ 20,000 രൂപ UNA ഉണ്ടായിരുന്ന യൂണിറ്റുകളിൽ മാത്രമായിരുന്നു നടപ്പിലാക്കിയിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ പ്രഖ്യാപനം പ്രശ്നപരിഹാരം ശാശ്വതമാക്കി ഉണ്ടാക്കുന്നില്ല. എന്ന് മാത്രമല്ല, ആശുപത്രി മാനേജ്മെൻറ്റ് ഇതിനോട് പരസ്യമായി വിയോജിക്കുകയും ഇത് നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്ന വേതനം തൃപ്തികരമാണോ എന്ന് പരിശോധിച്ച് ആണെങ്കിൽ ആശുപത്രികൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി സമരം ചെയ്യുക. നഴ്സിംഗ് അസോസിയേഷൻ ഭാരവാഹികളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് സർക്കാരിനെതിരെയുള്ള സമരം ഇനി ആശുപത്രി മാനേജ്മെൻറ്റിനെതിരെയുള്ള സമരമാക്കി മാറ്റുമെന്നാണ്. എന്ന് വെച്ചാൽ തൃപ്തികരമാണ് ഈ പ്രഖ്യാപനമെങ്കിൽ അത് നടപ്പിലാക്കുക, തൃപ്തികരമല്ലെങ്കിൽ എന്താണോ തൃപ്തികരമായത് അതിനുവേണ്ടി സമരം ചെയ്യുക. 2016 കരാർ അനുസരിച്ച് UNA സജീവമായിരുന്ന ആശുപത്രികളിൽ അടിസ്ഥാന ശമ്പളം 20,000 രൂപയാക്കി ഉയർത്തിയിരുന്നു. 2023 UNA പ്രക്ഷോഭം നടത്തിയപ്പോൾ UNA സജീവമായ ആശുപത്രികളിൽ 10,000 രൂപ ഇടക്കാലാശ്വാസം നൽകിയിരുന്നു. എന്ന് വെച്ചാൽ UNA ഉള്ള ആശുപത്രികളിൽ 30,000 രൂപ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 20,000 അടിസ്ഥാന ശമ്പളമെങ്കിലും UNA ഇല്ലാത്തിടത്ത് ഈ വർധനവും നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഇനി സ്വകാര്യ ആശുപത്രി മുതലാളിമാരോട് സമരം ചെയ്ത് ഇനി 10,000 രൂപ കൂടി താൽക്കാലിക ആശ്വാസം പ്രഖ്യാപിച്ചാൽ സമരം അവസാനിപ്പിക്കാം എന്ന ധാരണയിലേക്ക് UNA പോകും. എന്ന് വെച്ചാൽ ഇപ്പോൾ 30,000 രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആശുപത്രികളിൽ 40,000 രൂപയും അടിസ്ഥാന ശമ്പളമായി 20,000 രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്നിടത്ത് 30,000 രൂപയും കിട്ടിയാൽ സമരം അവസാനിപ്പിക്കാം എന്നാണ് ധാരണ. അങ്ങനെ ഓരോരോ ആശുപത്രികളുമായി ചർച്ച നടത്തി തയ്യാറാവുകയാണെങ്കിൽ അവരെ സമരത്തിൽ നിന്ന് ഒഴിവാക്കും. ആസ്റ്റർ ഗ്രൂപ്പും അനന്തപുരി ആശുപത്രിയുമൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ശമ്പളത്തേക്കാൾ 10,000 രൂപ കൂടി കൂടുതൽ കൊടുക്കുക എന്നതാണ് ലക്ഷ്യം. 2018 20,000 രൂപ ശമ്പള വർധനവ് നടത്തി. 2023 സമരകാലത്ത് 10,000 രൂപ ഇടക്കാലാശ്വാസം പ്രഖ്യാപിച്ചു. എന്ന് വെച്ചാൽ 2018 മുതൽ തുടർച്ചയായി ജോലി ചെയ്യുന്ന UNA ഉള്ള ഇടങ്ങളിൽ 30,000 രൂപ ശമ്പളവും 2023 ശേഷം ജോയിൻ ചെയ്തവർക്ക് 20,000 രൂപയാണ് കൊടുക്കുന്നത്. അക്കൂട്ടർക്ക് 20,000 എന്നും 30,000-വും 30,000 കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് 40,000-വും കൊടുക്കാമെന്ന് സമ്മതിച്ചാൽ ആശുപത്രികളെ സമരത്തിൽ നിന്നും ഒഴിവാക്കി കൊടുക്കും. അത്തരമൊരു ധാരണയിലേക്ക് ഓരോ ആശുപത്രികളുമായി വ്യക്തിപരമായി ചർച്ച നടത്തി മുമ്പോട്ട് പോകാനാണ് UNAയുടെ തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഔദ്യോഗികമായ തീരുമാനം ഇന്ന് UNA എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്നെടുക്കുന്നതാണ്. എന്തായാലും ഈ അസാധാരണമായ സമരവിജയത്തിന് കേരളത്തിലെ മാലാഖമാർക്ക് അഭിമാനിക്കാം. UNA ഇല്ലാത്തിടത്ത് ഈ ഒരു ശമ്പള മാറ്റവും ഉണ്ടാവില്ല എന്ന് UNA ഇല്ലാത്ത ആശുപത്രിയിലെ നേഴ്സുമാർ തിരിച്ചറിയുന്നത് നല്ലതാണ്. UNA ഉള്ളിടങ്ങളിൽ മാത്രമാണ് ശമ്പള വർധനവുള്ളതും ഇടക്കാലാശ്വാസമുള്ളതും. എന്തായാലും UNAയ്ക്കൊപ്പം ഉറച്ചു നിൽക്കാനും അവരെടുക്കുന്ന തീരുമാനത്തെ ശരിവയ്ക്കാനുമാണ് മറുനാടൻ തീരുമാനം. ഒരു ക്രെഡിറ്റും ഏറ്റെടുക്കാതെ തന്നെയാണ് ഞങ്ങളിത് പറയുന്നത്. ജാസ്മിൻ ഷാ ഇന്നലെ പ്രത്യക്ഷപ്പെട്ട് വിമർശകർക്ക് മറുപടി പറഞ്ഞിരുന്നു. എന്താണ് സർക്കാർ പ്രഖ്യാപനത്തോടുള്ള നിലപാടെന്ന് വ്യക്തമാക്കിയിരുന്നു. കേൾക്കുക. സർക്കാരിന് സ്വകാര്യ ആശുപത്രിയുടെ ശമ്പള വർധനവിൽ എന്താണ് കാര്യം? നിങ്ങൾ സമരം ചെയ്യേണ്ടത് സർക്കാരിനെതിരെയാണോ അതോ
സ്വകാര്യ ആശുപത്രി മാനുവലുകൾക്കെതിരെയാണ് ഒന്നുള്ളത്. ആ വിഷയത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. സർക്കാർ നയം വ്യക്തമാക്കിക്കൊണ്ട് ഒരു വിജ്ഞാപനം ഇറങ്ങിയതായിട്ട് പറയുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു രേഖയും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, ഗസറ്റിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ വെബ്സൈറ്റുകളിലൊന്നും കാണുന്നില്ല. എന്നിരുന്നാൽ പോലും കേരളത്തിലെ എല്ലാ പ്രമുഖ ദൃശ്യമാധ്യമങ്ങളും അതുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും നൽകുന്നുണ്ട്. അതിൽ കേൾക്കുന്ന തുകയാണെങ്കിൽ UN സംബന്ധിച്ചിടത്തോളം ഒട്ടും സന്തോഷം തരുന്ന തുകയൊന്നുമല്ല. UN 40,000 രൂപ അടിസ്ഥാന ശമ്പളമാക്കണം എന്നുള്ളതാണ് UNയുടെ ഏറ്റവും ശക്തമായ നിലപാട്. എന്നിരുന്നാൽ പോലും ഒരു വിജ്ഞാപനം ഇറക്കുന്നു എന്നുള്ളത് അത് കടുത്ത പോരാട്ടത്തിലൂടെ, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിലൂടെ, ഉജ്ജ്വലമായ പോരാട്ടത്തിലൂടെ ഇറക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നഴ്സിംഗ് സമൂഹത്തിന്റെ UNയുടെ ഒക്കെ കരുത്തായിട്ട് കാണുന്നത്. നാളുകളിൽ ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ആളുകളുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ക്രെഡിറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല ആവശ്യം. ഞങ്ങളുടെ ജീവനക്കാരുടെ, ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ ജീവിതത്തിൽ കൃത്യമായ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് UNയുടെ ലക്ഷ്യം. കഴിഞ്ഞ 2 ദിവസമായിട്ട് കടുത്ത സൈബർ ആക്രമണം നമ്മൾ നേരിട്ടാലും ഒരു കാരണവശാലും വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, ഇത്തരം പിപ്പിരിയൊന്നും കണ്ട് ഭയപ്പെട്ട് പിന്മാറുന്നവരോ അതിന് പിന്തിരിഞ്ഞോടുന്നവരോ അല്ല UN പ്രവർത്തകർ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഉജ്ജ്വലമായ നിലപാടെടുക്കാനും ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കാനും ആ നിലപാടിനൊപ്പം മുന്നോട്ട് പോകാനും കരുത്തുള്ള ഒരു പ്രസ്ഥാനവും അതിലെ പ്രവർത്തകരും അടങ്ങുന്നതാണ് UN എന്ന പ്രസ്ഥാനം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ആ വിജ്ഞാപനം കരടായിട്ടാണ് എന്നാണ് പറയുന്നത്. കരട് വിജ്ഞാപനമാണെങ്കിലുള്ള പ്രശ്നം എന്താ? ഇനി 60 ദിവസം ഇതിന്റെ പരാതി ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഇവര് വെബ്സൈറ്റിലിടും. അപ്പോൾ UNക്കാർ ഇപ്പോൾ പറയും ഞങ്ങൾക്ക് 28,000 പോരാ 40,000 വേണം എന്ന് പറഞ്ഞിട്ട് സംഘടന കൊടുക്കും. മാനേജ്മെന്റുകൾ എന്ത് ചെയ്യും? ഈ പറയുന്ന 28,000 തന്നെ അധികമാണ് എന്ന് പറഞ്ഞ് ഇത് പോരാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അതിന് ഓർഡർ കിട്ടിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും സമരരംഗത്തുള്ള UN പ്രവർത്തകർ ഇത്തരം ഒരു ഓർഡർ ഇറങ്ങിയതുകൊണ്ട് സന്തോഷകരമായിട്ട് പിന്മാറി വീട്ടിൽ പോയിരിക്കും എന്ന് ആരും കരുതണ്ട. യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ റോള് കഴിഞ്ഞു അല്ലേ? സർക്കാർ വിജ്ഞാപനം ഇറക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനി വളരെ ചുരുങ്ങിയ സമയമാണ് ഇലക്ഷൻ ഉള്ളത്. ആ ഇലക്ഷൻ്റെ സമയത്ത് ഇപ്പോൾ ഞങ്ങളിനി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ആക്കാനൊന്നും ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ വന്ന് എന്താ പറയുക, ഈ വിജ്ഞാപനം ഇറക്കാൻ പാടില്ല, അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിൽ നിങ്ങളാണോ നിശ്ചയിക്കുന്നത് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഉള്ള മറുപടിയാണ് ഇന്ന് മന്ത്രി തന്നെ കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രവർത്തകരുടെ, സഹപ്രവർത്തകരുടെ അക്കൗണ്ടുകളിൽ ഈ പണം വേണമല്ലോ. അതാണല്ലോ ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളൊരു സമരം തുടങ്ങി വെച്ച് അതിൽ നിന്ന് വെറുതെ ഇറങ്ങിപ്പോകുന്നൊരു കാര്യമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ശമ്പളം ലഭ്യമാകണം. അപ്പോൾ പ്രിയപ്പെട്ട മാനേജ്മെന്റുകളെ, നിങ്ങളുടെ അസോസിയേഷൻ എന്തോ പറഞ്ഞു, എന്താ പറയുക, ഈ സമരം സ്പോൺസേഡാണ്, അതുപോലെ തന്നെ ഈ ശമ്പളം ഞങ്ങൾ കൊടുക്കാൻ പോകുന്നില്ലെങ്കിൽ നിങ്ങൾ തുറക്കില്ല എന്നുള്ളത് ഉറപ്പിക്കാനാണ് ഞങ്ങൾ ഇപ്പം ലൈവിൽ വന്നുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നാളത്തെ കമ്മിറ്റിക്ക് ശേഷം വളരെ ഉജ്ജ്വലമായിട്ട് പറഞ്ഞു തരും. പക്ഷേ ശമ്പളം കിട്ടാതെ ഇതിൽ നിന്ന് പിന്മാറുമെന്ന് കേരളത്തിലെ ഒരാശുപത്രി മാനേജ്മെന്റിൽ കരുതേണ്ടതില്ല.